നമുക്കിന്ന് പഴമയുടെ രീതിയിൽ ഒരു പോർക്ക് കറി ഉണ്ടാക്കിയാലോ. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1 നെല്ലിക്ക വലുപ്പത്തിൽ വെള്ളത്തിലിട്ട് വെച്ച വാളംപുളിയുടെ വെള്ളവും, പിന്നെ 2 ടേബിൾ സ്പൂൺ ഉപ്പ്, അതോടൊപ്പം തന്നെ ആവശ്യത്തിന് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കിയത്. ഇത്രയും നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലോട്ട് ഒരു ബേ ലീഫ് 2-3 പീസായിട്ട് മുറിച്ചിടുക. എന്നിട്ട് കഴുകി വൃത്തിയാക്കിയ നമ്മുടെ പോർക്ക് കൂട്ടനെ അതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു 35 to 40 മിനിറ്റ്സ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഇത് വെക്കണം. എന്നാലേ ഉള്ളൂ ഇതിലോട്ട് നമുക്ക് മസാലയെല്ലാം പിടിക്കത്തുള്ളൂ. അതിനുശേഷം നമുക്ക് സ്ലോ കുക്ക്, അതായത് 35 മിനിറ്റ്സ് നമുക്ക് സ്ലോ കുക്ക് ചെയ്തെടുക്കാം. ഞാൻ പക്ഷേ ഇവിടെ കുക്കറിലാണ് വെച്ചേക്കുന്നത്. കുക്കറിൽ ഞാൻ ഒരു കുറച്ച് നേരം ഒറ്റ വിസിലടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം 35 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്ത ശേഷമാണ് കുക്കറിലോട്ട് മാറ്റി നമ്മൾ ഒറ്റ വിസിൽ ഞാൻ ഇവിടെ വേവിച്ചെടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ആവിയെല്ലാം പോയ ശേഷം ഞാൻ വെച്ചപ്പോൾ ഇതിൽ ഒരു തുള്ളി പോലും വെള്ളമില്ലായിരുന്നു. പക്ഷേ കുക്കർ വേവിച്ച് വന്ന ശേഷം ഇതിൽ ന്യായമായ വെള്ളം ഉണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ വിസിലിന് എല്ലാം തുറന്ന് നമുക്ക് ആവിയെല്ലാം പോയ ശേഷം നമുക്ക് വെന്തെന്ന് ഉറപ്പ് വന്ന ശേഷം നമുക്ക് ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ച്, ഇവിടെ ഞാൻ കടുകും പെരിഞ്ചീരകവുമാണ് ഇട്ടേക്കുന്നത്. പക്ഷേ അത് ഇട്ടത് വീഡിയോ വന്നിട്ടില്ല. അത് നന്നായി പൊട്ടിയ ശേഷം വെളുത്തുള്ളി ചതച്ചത് ക്രഷ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ കുരുമുളക് ചതച്ച പാത്രത്തിലിട്ട് ചെയ്തുകൊണ്ടാണ് ആ കളറിലിരിക്കുന്നത്. ആവശ്യത്തിന് സബോളയും ചേർത്ത് അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പില വേണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി നന്നായിട്ട് നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടി വന്ന ശേഷം ഇതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നാലുള്ള നമ്മളിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോഴത്തേക്ക് നമ്മൾ സബോള മാറ്റി സൈഡ് ഭാഗത്തിലോട്ട് വെച്ചിട്ട് അതിൻ്റെ നടുഭാഗത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം, ഇപ്പോഴാണ് അത് വീഡിയോയിൽ വന്നിട്ടില്ല, അതിന് ശേഷമാണ് നമ്മൾ നന്നായിട്ട് വഴറ്റുന്നത്. പിന്നെ ഇതിലോട്ട് ഞാൻ ആ സബോള ഇപ്പോൾ 2 സൈഡിലോട്ട് മാറ്റി. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇവിടെ ഞാൻ ഫ്രഷായിട്ട് പൊടിച്ചേക്കുന്ന ഗരം മസാലയും അതോടൊപ്പം തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടി നന്നായി ചേർത്തിട്ട് നമ്മൾ അതിൻ്റെ ഒന്ന് പച്ചമണം, ഇതാണ് കുരുമുളക് പൊടിയും ഗരം മസാലയും ഫ്രഷായിട്ട് പൊടിച്ചേക്കുന്നത്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നാലും ഉള്ളു നമുക്ക് അതിൻ്റെ പച്ചമണം പോകത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് നമുക്കൊരു വേണ്ടൊരു ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ അത് ഇല്ലാതായിപ്പോയി. നമ്മുടെ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് വേണം നമ്മൾ കടുക് പൊട്ടിക്കുന്ന ടൈമിൽ ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് സബോളയുമായിട്ട് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് വഴന്ന് വരണം. നന്നായിട്ട് സബോള വാടി നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണമൊക്കെ മാറിയ ശേഷം നമ്മുടെ നമ്മുടെ പോർക്കിൻ്റെ അതിനകത്തുണ്ട ഇതിലെ വെള്ളം, ആ വെള്ളം ഗ്രേവി നമ്മൾ അതിലോട്ട് ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്കതൊന്ന് പറ്റിച്ചെടുക്കണം. നമ്മുടെ സബോളയ്ക്കകത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് പറ്റിച്ചെടുക്കുക. ഇപ്പോൾ ഇതിന് ഈ സ്റ്റോക്ക് ഈ സബോളയിലോട്ട് നമ്മൾ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിയുമ്പം ആ സബോളയിൽ അതിൻ്റെ ടേസ്റ്റും കിട്ടും. അതോടൊപ്പം തന്നെ ആ സ്റ്റോക്ക് വേസ്റ്റായി പോകത്തുമില്ല. അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഈ പോർക്കിട്ട് തന്നെ നമ്മൾ ആ വെള്ളം പറ്റിച്ചെടുക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓവർ കുക്കായിപ്പോവും. അപ്പോൾ ആ ടേസ്റ്റും കിട്ടില്ല നമുക്ക്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എക്സസ് ആയിട്ടുള്ള വെള്ളം പോർക്കിലോ ബീഫിലോ ഒക്കെ വേവിക്കുമ്പോൾ വരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം അത് ഒരുമാതിരി പറ്റിയ ശേഷമാണ് ഞാൻ അതിലോട്ട് ആ പോർക്കിട്ട് കൊടുത്തേക്കുന്നത്. അതിന് ശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്ത് ചെറുതീയിൽ സിമ്മിൽ തന്നെ ഇട്ടിട്ട് വേണം നമുക്ക് അത് വഴറ്റിയെടുക്കാനായിട്ട്.
ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പോർക്ക് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാൻ പറ്റും, നല്ല ബ്ലാക്ക് കളറിൽ നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ എനിക്കിപ്പോൾ ഇത് ഒരു ഗ്രേവി, ഒരു ചെറിയ ഗ്രേവിയോടുകൂടി മതി എനിക്കിപ്പം, ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ട് ചെറിയ ഗ്രേവിയോടുകൂടി മതി. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1/4 മണിക്കൂർ സിമ്മിലിട്ട് ഇടവിട്ട് നമ്മൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബ്ലാക്ക് കളറുള്ള പോർക്ക് വരട്ടിയത് കിട്ടും. പക്ഷേ എനിക്കിപ്പോൾ ഇത് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. എന്നിരുന്നാലും ഇതിൻ്റെ വെള്ളം ഞാൻ അത്യാവശ്യം പറ്റിച്ചെടുക്കുന്നുണ്ട്, കാരണം ഒരുപാട് നമ്മൾ വെള്ളം വന്നാലും അത് അത്ര ഇതാവില്ല. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പം നല്ല ഫ്രഷ് കറിവേപ്പില ഇടുക. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എണ്ണ തെളിഞ്ഞ് വരുന്നത് കണ്ടോ, നന്നായിട്ട് ആ എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ ബ്ലാക്ക് കളറിൽ നമുക്ക് നല്ല വരട്ടിയ പോർക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ സിമ്മിലിട്ട് നമ്മൾ കുറേ സമയം ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ആണെങ്കിലും ഇത് വേവിച്ച് വെച്ചിട്ട് ഇട്ട് വരട്ടിയാലും നമുക്ക് ആ രീതിയിൽ കിട്ടും. ഇത് ഞാൻ ചോറിൻ്റെ കൂടെയാണ് ഇവിടെ സെർവ് ചെയ്തേക്കുന്നത്. ഹൗ ഈസ് ഇറ്റ്? ഭയങ്കര നല്ലതാ. ടേസ്റ്റ് ഉണ്ടോ? നല്ലതാണോ? പിന്നെ ഇച്ചിരി കുറച്ച് ചൂടാ. അത് കുഴപ്പമില്ല. ചോറിൻ്റെ കൂടെ ഇഷ്ടപ്പെട്ട കൊച്ചിനാ? ഓക്കെ, പിന്നെ ഉണ്ടാക്കി തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. പറ താങ്ക് യു.